ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മണി മാനിഫെസ്റ്റേഷൻ്റെ ക്ലാസ്സിൻ്റെ അടുത്ത വീഡിയോ ആണ് നമ്മളിന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം പറയട്ടെ, വെറും 3 വഴികൾ കൊണ്ട് പണം സമ്പാദിക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയാണോ? ഈസി അല്ലല്ലേ? പക്ഷേ ഈസിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പണം സമ്പാദിക്കാം. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അഫർമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുകൂടാതെ ലാംഗ്വേജ് പോർട്ടലിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 8-ാം തീയതി. അപ്പോൾ 8-ാം തീയതി കാര്യം മറക്കരുത്, നാളെയാണ് 8. അപ്പോൾ 8-ാം തീയതി പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞു തന്ന വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ പോയി കാണുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണി മാനിഫെസ്റ്റേഷൻ്റെ അടുത്ത വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. നമ്മൾ റൈസ്, അതായത് അരി കൊണ്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലേ? പക്ഷേ പറ്റും. നമുക്ക് അരി കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് കണ്ടിന്യൂസ്, അതായത് നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്തു, വിജയിച്ചില്ല. പക്ഷേ വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ പക്ക എഫക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് ലീവ് ചെയ്തോ, നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ വിജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിൽ റൈസ് ഉണ്ട്. അപ്പോൾ റൈസ് ഇല്ലാത്തവരാരും ഇല്ല. നമ്മൾ സോൾട്ടിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തു. അപ്പോൾ സോൾട്ടിൻ്റെ മാനിഫെസ്റ്റേഷനിൽ കുറേ പേർക്ക് വർക്കായി എന്ന് പറഞ്ഞു, കുറേ പേരുടെ റിലേഷൻഷിപ്പ് പോയതൊക്കെ തിരിച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കാര്യം, എല്ലാവർക്കും തിരിച്ച് കിട്ടിയതും ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടന്നതിൽ സന്തോഷിക്കുന്നു. അപ്പോൾ ഇന്ന് ബാക്കിയുള്ളവരുടെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഭയങ്കര ഒരു ലക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുവഴി സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഡാർക്ക് സൈക്കോളജി ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളും പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ചിലത് പറയാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ മിസ്യൂസ് ചെയ്യും പല ആൾക്കാർ. അതുകൊണ്ടാണ് മിക്കതും പറയാതെ ഒഴിവാക്കി അങ്ങ് വിടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് റൈസ്, എല്ലാവരുടെയും വീട്ടിൽ റൈസ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജാർ എടുക്കുക. എല്ലാവരും അടുക്കള യൂസ് ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ സുതാര്യമായിട്ടുള്ള ഗ്ലാസ്സുകളുണ്ടല്ലോ, നമ്മുടെ ജാറില്ലേ, ആ ജാർ എടുക്കുക. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് നമുക്ക് അതിനകത്ത് അരി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റണം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാർ എടുക്കുക. ഗ്ലാസ് ജാറിലേക്ക് നമ്മൾ 3 കോയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നാണയങ്ങൾ അറിയാമല്ലോ, 3 നാണയങ്ങൾ ജസ്റ്റ് എടുക്കുക. ആ 3 നാണയങ്ങൾ ഒരു അരിയിലേക്ക് കുറച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചല്ല. സാധാരണ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ, പണ്ട് അമ്മമാരൊക്കെ ആണെങ്കിലും അരിക്കടിയിൽ നമ്മൾ പൈസ ഒളിപ്പിച്ച് വെക്കും. അതായത് മക്കളോ ആരും വന്ന് എടുക്കാതിരിക്കുക, ഹസ്ബൻഡൊക്കെ വന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി അമ്മമാർ ചെയ്യുന്ന ഒരു ട്രിക്കുണ്ട്. ഉലുവ പാട്ടയിലും അതുപോലെ തന്നെ നമ്മൾ ഉലുവ കടുകിൻ്റെ ഇതിനകത്തോ അരിയുടെ ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടാക്കുന്ന നമ്മൾ അരിയിലൊക്കെ നോട്ടൊളിപ്പിച്ച് വെക്കും. ഈ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അരിയിൽ നോട്ടൊളിപ്പിച്ച് വെച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഓണത്തിന് വരുമ്പോൾ ഈ അമ്മമ്മമാർ എന്ത് ചെയ്യും, കയ്യിൽ ഈ പൈസ എടുത്ത് തരും. അപ്പോൾ ഈ നോട്ട് മണപ്പിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മണമാണ് അല്ലേ? അതായത് എന്തൊക്കെയാണ് നമ്മുടെ ഈ പൊടിയുടെ മണമൊക്കെയാണ്, നമ്മുടെ ഈ അടുക്കളയിലുള്ള പൊടിയുടെ മണമൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ അരിയിൽ നമ്മൾ പണം അല്ലെങ്കിൽ ഈ ഒരു നാണയം ഒളിപ്പിക്കുന്നത് കൊണ്ട് വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഒരു ഗ്ലാസ് ജാർ എടുക്കുക. നമ്മൾ ജാർ എടുക്കുക. ആ ജാറിലേക്ക് ഈ അരി കുറച്ച് ഇടുക. അതായത് കുറച്ചൊരു കുഞ്ഞു ബൗളാണെങ്കിൽ ആ ബൗളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 1, 2, 3 നാണയങ്ങൾ ഇടുക. 3 നാണയം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് അരിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെക്കുക. അതായത് ആരും കാണാത്ത രീതി അരിയിട്ട് വെക്കുക. ഇത് നമ്മൾ വേറെ ഒന്നിനും വെക്കുന്നതല്ല. ഇത് നമ്മൾ സാധാരണ ഷോക്ക് ഹൗസിലോ നമ്മൾ ആരും കാണാത്ത എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കുന്നതാണ്. അല്ലാതെ നിങ്ങളിത് ചോറുണ്ടാക്കാനോ ഒന്നും ഇത് എടുക്കരുത്. അത് സ്പെഷ്യലി മെൻഷൻ ചെയ്ത് പറയുകയാണ്. ചോറിനോ മറ്റു ആവശ്യങ്ങൾക്കൊന്നും എടുക്കാനുള്ളതല്ല, നിങ്ങൾക്ക് ഉപയോഗത്തിനുള്ളതല്ല. ജസ്റ്റ് നമ്മൾ മാറ്റി വെക്കുകയാണ്. നമ്മുടെ എന്തോ നല്ലതിന് വേണ്ടി നമ്മൾ അതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. കുറച്ച്, ഒത്തിരി ഒന്നും അല്ല നമ്മൾ പറയുന്നത്, ഒത്തിരി നമ്മൾ വേസ്റ്റ് ആക്കുന്നതുമില്ല. കുറച്ച് എടുത്തിട്ട് അതിനകത്തോട്ട് 1, 2 കോയിൻസ് ഇട്ടിട്ട് അതിങ്ങനെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് വെക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഒന്നാമതെന്ന് പറയുന്നത്, ഇത് വെക്കേണ്ടത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് പാർട്ടിലാണ്. അതായത് നമ്മളൊരു ജാർ എടുക്കുന്നു. ജാർ എടുത്തിട്ട് ഈ കോയിനും അതുപോലെ തന്നെ കോയിനും നമ്മൾ റൈസും കൂടി ഇട്ടിട്ട് സൗത്ത് ഡയറക്ഷനിൽ, കംപ്ലീറ്റ് നമ്മുടെ സൗത്ത് ഡയറക്ഷൻ വരുന്ന ആ ഒരു സൗത്ത് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോയിനും ഈ ജാറും ഈ റൈസും കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇത് സൂക്ഷിച്ച് വെക്കുന്നത് കൊണ്ട് വലിയ മാറ്റമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. മണി, പ്രോസ്പെരിറ്റി, അതോടെ അബണ്ടൻസ്, ഈ അബണ്ടൻസ് ഒക്കെ നല്ല രീതിയിൽ, അതായത് സമൃദ്ധി കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാനായിട്ട് വലിയൊരു ചാൻസ് ആണ് പറയുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 6 ഗ്രെയിൻസ്, ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ അടുത്തൊരു കാര്യം പറയാം. നമ്മൾ 6 ഗ്രെയിൻസ് ഉണ്ടല്ലോ,
നെന്മണി എടുക്കുക, 6 ഗ്രെയിൻസ് എടുക്കുക. അത് നീറ്റായിരിക്കണം. ആ ഒരു 6 ഗ്രെയിൻസ് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു രീതിയിലും അഴുക്കോ മറ്റേ പൊട്ടിയതോ അങ്ങനെ ഗ്രെയിൻസ് ഉള്ളത് ഇങ്ങനെ വിള്ളലൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കുന്നില്ലേ, അപ്പോൾ അതൊന്നും ഉപയോഗിക്കരുത്. വളരെ നീറ്റായിട്ടുള്ള 6 ഗ്രെയിൻസ് എടുക്കുക. ആ ഗ്രെയിൻസ് എടുത്തിട്ട് നമ്മുടെ വാലറ്റിലോ നമ്മുടെ പേഴ്സിലോ വാലറ്റിലോ നമ്മൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 6 സൂക്ഷിച്ച് വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് ലക്ക്, അതായത് നല്ല ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നു, ഗുഡ് ലക്ക് കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ സമൃദ്ധി കൊണ്ടുവരുന്നു. ഇനി മീറ്റിങ്ങിനോ ഏതെങ്കിലും ജോലിക്കുള്ള ഇൻ്റർവ്യൂവിനോ പോകുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ പേഴ്സിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ റൈസ് വെക്കുക. റൈസ് വെക്കുന്നത് ഒരു ഗുഡ് ലക്ക് കൊണ്ടുവരുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ചില വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ തന്നെ ഞെട്ടുന്ന കാര്യങ്ങളായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ കുറേ മാജിക്കൽ സംതിങ്, എന്തോ ഒരു പവർ നമുക്ക് യൂണിവേഴ്സ് നമുക്ക് അടുത്ത് കുറേ ലക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇതിനെ ട്രോളാനായിട്ട് കുറേ പേര് വരും, അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ആരെയും നിർബന്ധിക്കുന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് നമുക്കൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ കുറച്ച് നമ്മൾ അരി, അതായത് ഇതിപ്പോൾ ഒരു ബൗളാണെങ്കിൽ ഈ ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് അരി ഇട്ട് വെക്കുന്നു. അരി ഇട്ട് വെച്ചിട്ട് എന്താണ്, ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആ അരിയിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്ത ശേഷം നമ്മുടെ എന്താണോ ആഗ്രഹം, നമ്മുടെ ഇൻറ്റൻഷൻ എന്താണോ ആ ഇൻറ്റൻഷൻ എന്ത് ചെയ്യുക, നമ്മുടെ മൈൻഡിൽ കണ്ണടച്ചിട്ട് ആ ഇൻറ്റൻഷൻ നടന്നതായിട്ട് കാണുക. അത് നമ്മുടെ കൈകളിലേക്ക് എത്തിയതായി കാണുക. നമ്മുടെ ഇനിയിപ്പം ലവ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് ആഗ്രഹിക്കുന്ന ജോലിയാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു നമ്മുടെ ആ ഒരു ഇതുണ്ടല്ലോ, അതായത് അരി, ആ ഒരു അരിയിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിഷൻ ചെയ്യുന്നത്, നമ്മൾ അത് വിഷ്വലൈസ് ചെയ്യുന്നത്. വിഷ്വലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആബ്സല്യൂട്ട്ലി ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ നടക്കുമെന്നാണ് വിശ്വാസം പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 3 മാർഗ്ഗങ്ങൾ വഴി വളരെ ഈസി ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടും. ഇനി ഈ വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പേ ചിലർ ചോദിക്കാറുണ്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ലെന്ന്. മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതിനുള്ള വീഡിയോസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആക്കാനായിട്ട് പറ്റുക. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നലത്തെ 2 വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നാളത്തെ ദിവസം ഞാൻ എടുത്തു പറയുകയാണ്. നാളത്തെ ദിവസത്തിന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഓഗസ്റ്റ് 8 എന്ന് പറയുന്ന ദിവസം വളരെ പ്രത്യേകതയാണ്. ദ ലൈൻ ഗേറ്റ് പോർട്ടൽ ഓൾറെഡി ഓപ്പൺ ആണ്. അപ്പോൾ ആ ഒരു പോർട്ടലിൽ ഏറ്റവും കൂടുതൽ എനർജി ഇങ്ങനെ വന്ന് തിങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് നാളത്തത്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലക്ക് എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്. ഇത് ജസ്റ്റ് നമ്മളൊരു പരീക്ഷണം ആയിരിക്കാം. ഈ ഒരു പരീക്ഷണം എന്ന മെൻറ്റാലിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് നടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നാളെ നിങ്ങളത് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മണി ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സീക്രട്ട് ബുക്കിലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എഴുതുക. എഴുതിയ ശേഷം നാളെ ആ ഒരു കാര്യത്തിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യുക. നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ എനർജി കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രോപ്പറായിട്ടൊരു ലക്ക് കിട്ടുമെന്നാണ് വിശ്വാസം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇപ്പോഴേ ഞാൻ പറയാം. അത് നമ്മളെ ഫിംഗേഴ്സിലെ മുദ്രകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മണി ഏൺ ചെയ്യുന്നത്. നമ്മൾ കുബേര മുദ്ര, അങ്ങനെ പല ലക്ഷ്മി മുദ്ര, അങ്ങനെ പല മുദ്രകളുണ്ട്. ആ ഒരു മുദ്രകൾ വഴി നമുക്ക് പൈസ ഏൺ ചെയ്യുന്നതിന് സഹായിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പോസിറ്റീവ് എനർജി കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാമാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നാളെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം. ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു കാര്യം. മണി ഏണിംഗ് ക്ലാസ്സിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ലോങ് വീഡിയോയിൽ ഞാനൊന്ന് പറഞ്ഞു തരികയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് വരയ്ക്കുക. നിങ്ങളുടെ സീക്രട്ട് ബുക്ക് ഞാൻ പറഞ്ഞിട്ട് മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ഇതുപോലെ നിങ്ങളെ കൊണ്ട് ഒരു ബുക്ക് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഈ ഒരു ബുക്കിൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഇതുപോലെ വരയ്ക്കുക. വരച്ച ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ ഇതുപോലെ ടേബിൾ വരയ്ക്കുക. 438465127 ഇതുപോലെ നിങ്ങൾ വരച്ചിട്ട് നിങ്ങളുടെ സീക്രട്ട് ബുക്കിൽ എഴുതുക. അതിനുശേഷം ഇത് ലൗഡായിട്ട് പറയാം. അതിനുശേഷം ഇതിൽ ആ ഒരു പേപ്പർ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം ഇത് തന്നെ കോപ്പി ചെയ്ത് വേറൊരു പേപ്പറിലേക്ക്, ഒരു വൈറ്റ് ക്ലീൻ ആയിട്ടുള്ളൊരു പേപ്പർ എടുക്കുക. ആ പേപ്പറിലേക്ക് നിങ്ങൾ ഈ സെയിം കാര്യങ്ങൾ തന്നെ എഴുതി പിടിപ്പിച്ച ശേഷം നിങ്ങളുടെ വാലറ്റിലോ നിങ്ങൾ എവിടെയാണോ പൈസ സൂക്ഷിക്കുന്നത് ആ പൈസ സൂക്ഷിക്കുന്നിടത്തേക്ക് ഇത് ഒന്നെങ്കിൽ 3 ആയിട്ടോ അല്ലെങ്കിൽ 6 ആയിട്ടോ ഫോൾഡ് ചെയ്യാം. 3 ആയിട്ട് ഫോൾഡ് ചെയ്യുക, അത് തന്നെ വളരെ നല്ലത്. അപ്പോൾ 6 ആയിട്ടോ 3 ആയിട്ടോ നിങ്ങൾ ഫോൾഡ് ചെയ്യാം.
ഫോൾഡ് ചെയ്ത ശേഷം നിങ്ങൾ ഇത് എന്ത് ചെയ്യും, സൂക്ഷിച്ച് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വാലറ്റിൽ ഭയങ്കരമായിട്ട് മാറ്റം വരുന്നതാണ്. നമുക്ക് അറിയാതെ തന്നെ പൈസകൾ പല വഴികളിലൂടെ നമ്മുടെ കൈകളിലേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കാതെ നിൽക്കുക. അപ്പോൾ നമുക്ക് ലൈഫിൽ കുറേ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഹാർഡ് വർക്കും കൂടെ ചെയ്യുക. ഹാർഡ് വർക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ബാക്കി നമുക്ക് യൂണിവേഴ്സ് തന്നെ നമ്മുടെ കൂടെ ബാക്കി കൊണ്ടുതരും. അപ്പോൾ യൂണിവേഴ്സ് എല്ലാ ഹെൽപ്പിനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.